ഓം നമോ ഭഗവതേ വാസുദേവായ. 69ാമത്തെ സ്തുതി മുചുകുന്ദസ്തുതി. ഇത് ഭാഗവതത്തിൽ 10ാമത്തെ സ്കന്ധം 51ാമത്തെ അധ്യായം 46 മുതൽ 58 വരെ ശ്ലോകങ്ങൾ. കംസന്റെ പത്നികളായ അസ്ഥിപ്രാപ്തി എന്നിവർ കംസൻ മരിച്ചതോടെ പിതാവും മഗധ രാജാവുമായ ജരാസന്ധൻ്റെ അടുത്തേക്ക് പോയി. വൈധവ്യം എങ്ങനെ വന്നു എന്നവർ അച്ഛനെ പറഞ്ഞു കേൾപ്പിച്ചു. അത് കേട്ട് കോപം കലർന്ന് യാദവരെ ഇനി ഭൂമിയിൽ വച്ചേക്കില്ല എന്ന് തീരുമാനിച്ച് അതിനു വേണ്ടി ശ്രമം തുടങ്ങി. ജരാസന്ധൻ 23 അക്ഷൗഹിണിപ്പടയുമായി മധുരാപുരം സകല ഭാഗങ്ങളിൽ നിന്നും വളഞ്ഞു. സൈന്യങ്ങളാൽ ചുറ്റപ്പെട്ട മധുരയെയും നഗരവാസികളുടെയും പരിഭ്രമത്തെയും ഭഗവാൻ കണ്ടു. ഇവരെയെല്ലാം ഹനിക്കാൻ ഭഗവാൻ ഒരു നിമിഷം വേണ്ട. എങ്കിലും വീണ്ടും സൈന്യങ്ങളെ കൊണ്ടുവന്നാൽ ദുഷ്ടരെ നിഗ്രഹിച്ചും ശിഷ്ടരെ രക്ഷിച്ചും തൻ്റെ അവതാരോദ്ദേശം സഫലമാക്കാമെന്ന് ഭഗവാൻ നിശ്ചയിച്ചു. ഉടനെത്തിയ 2 രഥങ്ങളിൽ ദാരുകനാകുന്ന സാരഥിയോടും ആയുധങ്ങളോടും കൂടി കൃഷ്ണനും ബലരാമനും കയറി. കൃഷ്ണൻ ശംഖ് വിളിച്ചു. ഉടൻ ജരാസന്ധൻ വന്ന് യുദ്ധം ചെയ്യാൻ ബലരാമനെ വിളിച്ചു. പൊരിഞ്ഞ യുദ്ധത്തിൽ സൈന്യങ്ങളെല്ലാം നശിച്ചു. ജരാസന്ധൻ തിരിച്ചുപോയി. പിന്നെയും ജരാസന്ധൻ 17 വട്ടം അനവധി അക്ഷൗഹിണി സൈന്യങ്ങളുമായി വന്ന് യദുക്കളെ ആക്രമിച്ചു. ഓരോ പ്രാവശ്യവും സൈന്യങ്ങൾ മുഴുവൻ നശിച്ച് വധിക്കപ്പെടാതെ അയാൾ മടങ്ങും. 18ാമത് ജരാസന്ധൻ യുദ്ധത്തിനൊരുങ്ങുമ്പോൾ നാരദ പ്രേരിതനായി മഹാവീരനായ യവനൻ മധുരയിൽ വന്നു. അവൻ 3 കോടി മ്ലേച്ഛരൊത്ത് മധുര വളഞ്ഞു. കൃഷ്ണൻ വിചാരിച്ചു, ഇവൻ നമ്മോട് യുദ്ധം ചെയ്യുമ്പോൾ ജരാസന്ധനും വരും. ഒരു ദുർഗം നിർമ്മിച്ച് അവിടെ സ്വജനങ്ങളെ പാർപ്പിക്കണം. പിന്നെ യവനനെ നശിപ്പിക്കാം. ഇങ്ങനെ ചിന്തിച്ച് സമുദ്രത്തിൽ 12 യോജന ദുർഗവും ആർക്കും ആശ്ചര്യമുണ്ടാക്കുന്ന നഗരവും പണിയിച്ചു. വിശ്വകർമാവിൻ്റെ കൈവിരുതുമൂലം ഒരു നഗരത്തിന് വേണ്ടതെല്ലാം അവിടെ ഉണ്ടായി. യോഗപ്രഭാവത്താൽ സ്വജനങ്ങളെ മുഴുവൻ ആ പുരത്തിലാക്കി. പിന്നെ ബലരാമനുമൊത്ത് നിരായുധനായി മധുര വിട്ടു. ആകാശത്ത് പൂർണ്ണചന്ദ്രൻ എന്ന പോലെ കണ്ണിന് സൗഖ്യം വളർത്തുന്ന ശ്രീവത്സം, കൗസ്തുഭം, പീതാംബരം എന്നിവയോട് ചേർന്ന് സുസ്മേരവദനായി കണ്ണനെ ആ യവനാസുരൻ കണ്ടു. ആയുധമൊന്നുമില്ലാതെ പോകുന്ന ഇവനെ പിടിക്കാമെന്ന് കരുതി യവനൻ ഓടിച്ചെന്നു. കൃഷ്ണനും പിടികൊടുക്കാതെ ഓടി. ഇപ്പോൾ കിട്ടുമെന്ന മാതിരി ഭഗവാൻ മുമ്പേയും യവനൻ പിന്നാലെയും. ഭഗവാൻ ഒരു ഗുഹയിൽ കയറി ഒളിച്ചു. യവനനും പുറകെ ആ ഗുഹയിൽ കയറി. അവിടെ ഒരാൾ ഉറങ്ങിക്കിടക്കുന്നതു കണ്ടു. ഈ ദൂരം എന്നെ ഓടിച്ചവൻ ഇത്ര പെട്ടെന്ന് കിടന്നുറങ്ങിയോ? ഇങ്ങനെ ചിന്തിച്ച് ആ യവനൻ രോഷത്തോടെ കാലുകൊണ്ടൊന്ന് ചവിട്ടി. വളരെ കാലമായി ഉറങ്ങുന്ന ആ പുരുഷശ്രേഷ്ഠൻ എഴുന്നേറ്റ് കണ്ണുമിഴിച്ച് ചുറ്റും നോക്കി. യവനനെ കണ്ടു. ആ പുരുഷന്റെ നോട്ടത്തിൽ നിന്നുണ്ടായ അഗ്നിയാൽ യവനൻ ദഹിച്ച് ചാരമായി. ഇക്ഷ്വാകു വംശത്തിലെ മാന്ധാതാവിൻ്റെ പുത്രനായ മുചുകുന്ദൻ എന്ന രാജാവാണത്. ദേവാസുര യുദ്ധത്തിൽ ദേവന്മാരെ രക്ഷിച്ച മുചുകുന്ദനെ ദേവന്മാർ സന്തോഷിച്ചെന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒട്ടുനാളായി ഉറങ്ങിയിട്ട് അതിനാൽ ദീർഘനിദ്രക്കുള്ള വരം തരണം, ആരെങ്കിലും വന്നുണർത്തിയാൽ അവൻ രാജാവിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടാൽ ഉടൻ ഭസ്മമാകുമെന്നും വരം കൊടുത്തു. ആ മുചുകുന്ദൻ ഈ ഗുഹക്കുള്ളിൽ വന്നു കിടന്നുറങ്ങി. കാലയവനൻ ചത്ത് ചാരമായി തീർന്ന ഉടൻ ഭഗവാൻ മുചുകുന്ദൻ്റെ മുമ്പിൽ വന്നു. മുചുകുന്ദൻ സ്തുതിക്കുന്ന സ്തുതി കേൾക്കാം. മുചുകുന്ദ ഉവാച വിമോഹിതോയം ജന ഈശമായയാ ത്വദീയയാ ത്വാം ന ഭജത്യനർത്ഥദൃക് സുഖായ ദുഃഖപ്രഭവേഷു സജ്ജതേ ഗൃഹേഷു യോഷിത് പുരുഷശ്ച വഞ്ചിതഃ ലബ്ധ്വാ ജനോ ദുർലഭമത്ര മാനുഷം കഥഞ്ചിദവ്യംഗ
സ്നതോനഖ പാദാരവിന്ദന്ന ഭജത്യസന്മതി ഗൃഹാന്തകൂപേ പതിതോ യഥാ പശുഃ മമൈഷകാലോചിതനിഷ്ഫലോ ഗതോ രാജ്യശ്രിയോന്നദ്ധമദസ്യ ഭൂപദേ മർത്യാത്മബുദ്ധേ സുതദാരകോശഭുഷു ആസജ്ജമാനസ്യ ദുരന്തചിന്തയാ കളേബരേസ്മിൻ ഖഡകുഡ്യസന്നിഭേ നിരൂഢമാനോ നരദേവ ഇത്യഹ വൃതോ രഥേ ഭാഷ്വപദാത്യനികവൈർ ഗാം പര്യടംസ്ത്വാ ഗണയൻ സുദുർമദഃ പ്രമത്തമുച്ചൈരിതി കൃത്യ ചിന്തയ പ്രവർദ്ധലോഭം വിഷയേഷു ലാലസം ത്വമപ്രമത്തഃ സഹസാ വിബധ്യസേ ക്ഷുല്ലേരിഹാനോ അഹിരിവാഘുമന്തകഃ പുരാരഥൈർഹേമ പരിഷ്കൃതൈശ്ചരൻ മതംഗജൈർവാ നരദേവ സംജ്ഞിതഃ സ ഏവ കാലേന ദുരത്യയേന തേ കളേബരോ വിട്കൃമിഭസ്മസംജ്ഞിതഃ നിർജിത്യ ദിക്ചക്രമഭൂതവിഗ്രഹോ വരാസനസ്ഥഃ സമരാജവന്തിതഃ ഗൃഹേഷു മൈഥുന്യസുഖേഷു യോഷിതാം ക്രീഡാമൃഗപുരുഷൈശനീയതേ കരോതി കർമാണി തപസ്സു നിഷ്ഠിതോ നിവൃത്തഭോഗസ്തദപേക്ഷയാ ദദത് പുനശ്ച ഭൂയേയമഹം സ്വരാടിതി പ്രവൃദ്ധദർശോ ന സുഖായ കൽപ്പതേ ഭവാപവർഗോ ഭ്രമതോ യഥാ ഭവേത് ജനസ്യ തർഹ്യച്യുത സൽസമാഗമഃ സൽസംഗമോ യർഹി തദൈവ സംഗതോ പരാവരേശേ ത്വയി ജായതേ മതിഃ മന്യേ മമാനുഗ്രഹ ഈശതേ കൃതോ രാജ്യാനുബദ്ധാവഗമോ യതൃച്ഛയാ യഃ പാർത്ഥ്യതേ സാധുവിരേകചര്യയാ വനം വിവക്ഷദ്ഭിരഖണ്ഡഭൂമിപൈ ന കാമയേന്യം തവ പാദസേവനാത് അകിഞ്ചന പ്രാർത്ഥ്യതമാത്പരം വിഭോ ആരാധ്യകസ്ത്വാം ഹ്യപവർഗതം ഹരേ വൃണീതാര്യോ വരമാത്മബന്ധനം തസ്മാത് വിസൃജ്യാശിഷൈശ സർവതോ രജസ്തമസ്സത്വഗുണാനുബന്ധനാഃ നിരഞ്ജനം നിർഗുണമദ്വയം പരം ത്വാം ജ്ഞപ്തിമാത്രം പുരുഷം വ്രജാമ്യഹം ചിരമിഹ വൃജിനാർത്തസ്തപ്യമാനോനുതാപൈ അവിതൃഷഡിമിത്രോ ലബ്ധശാന്തി കഥഞ്ചിത് ശരണദ സമുപേതസ്തത്പദാബ്ജം പരാത്മൻ അഭയമൃത്യമശോകം പാഹി മാപന്നമീശ. ശ്രീവത്സവും വനമാലയും പീതാംബരവും പ്രസന്നമായ മുഖവും കണ്ട് ബുദ്ധിമാനായ മുചുകുന്ദൻ പറഞ്ഞു, മുള്ളുനിറഞ്ഞ ഈ വനത്തിൽ താമര പോലെ മൃദുവായ പാദങ്ങൾ കൊണ്ട് നടക്കുന്ന ഭവാൻ ആരാണ്? സൂര്യനോ ലോകപാലന്മാരാരെങ്കിലുമോ? ദേവന്മാരിൽ മുഖ്യനായ ശ്രീ വിഷ്ണുവാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ കാന്തി കൊണ്ട് ഈ ഗുഹയിലെ ഇരുട്ടിനെ അകറ്റുന്നല്ലോ. ഞാൻ ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ച മുചുകുന്ദനാണ്. നിദ്രയില്ലാത്തതിനാൽ ഞാൻ ഇവിടെ കിടന്നുറങ്ങി. ഇപ്പോൾ ഒരുവൻ വന്നുണർത്തി. ബലശാലിയായ അവൻ വെന്തു വെണ്ണീറായി. ഉടനെ തന്നെ അങ്ങയെയും കാണാറായി. രാജാവ് പറഞ്ഞു കേട്ട് ഭഗവാൻ പറഞ്ഞു, ഹേ മഹാഭാഗ, എൻ്റെ ജാതകർമ്മങ്ങളും നാമങ്ങളും ആയിരക്കണക്കിനുണ്ട്. ഭൂമിഭാരം കുറക്കുവാൻ ബ്രഹ്മാവ് എന്നോട് അഭ്യർത്ഥിച്ചു. അതിനാൽ ഞാൻ യദുകുലത്തിൽ വസുദേവരുടെ പുത്രനായി ജനിച്ചു. എന്നെ എല്ലാവരും വാസുദേവൻ എന്ന് വിളിക്കുന്നു. ശത്രുക്കളായ കംസൻ, പ്രലംബൻ തുടങ്ങിയവരെ ഞാൻ
നിന്നെ അനുഗ്രഹിക്കുവാൻ കൂടിയാണ് ഇന്ന് ഞാൻ വന്നത്. മുൻപ് ഭവാൻ അനുദിനം എന്നെ ധ്യാനിച്ചിരുന്നു. വേണ്ടുന്ന വരങ്ങളെല്ലാം ചോദിച്ചു കൊള്ളുക. ഇതെല്ലാം കേട്ട് ഇത് നാരായണൻ തന്നെ എന്ന് മനസ്സിലാക്കി മുചുകുന്ദൻ നമസ്കരിച്ചു, സ്തുതിച്ചു. എന്നിട്ട് ഭഗവാൻ തന്നെ എന്നെ പരിപാലിക്കണമെന്ന് അപേക്ഷിച്ചു. ഭഗവാൻ പറഞ്ഞു, എന്നിൽ ഏകാന്ത ഭക്തനായ ഭവാൻ എന്നിൽ തന്നെ മനസ്സ് വെച്ച് തപോവൃത്തിയാൽ ദേഹം ത്യജിക്കുക. അതുവരെ എന്നിലുള്ള അചഞ്ചല ഭക്തി നിലനിൽക്കുവാൻ ഞാൻ അനുഗ്രഹിക്കുന്നു. അടുത്ത ജന്മത്തിൽ ഭവാൻ ബ്രാഹ്മണനായി ജനിച്ച് അന്ത്യത്തിൽ എന്നോട് ചേരും. ഓം നമോ ഭഗവതേ വാസുദേവായ.